ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തത് കാരണം അനാർക്കലി പുറത്ത് വന്ന് നിൽക്കുകയായിരുന്നു, മുറിക്ക് പുറത്ത് വന്ന് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടത്തേക്കുള്ള ലൈറ്റൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്തേക്ക് കാഞ്ചന വന്നിട്ടുണ്ടായിരുന്നത്. കാഞ്ചന നോക്കുന്ന സമയത്ത് രാധികയുടെ മുറിയുടെ നേരെയായിട്ട് ഒരു നിഴല് പോലെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ അനാർക്കലിയും കാണുന്നുണ്ടായിരുന്നു കാഞ്ചന വന്നത് ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ അനാർക്കലി മുറിയിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രേതബാധ ഉണ്ടെന്ന് ആദ്യം തന്നെ പ്രചരിപ്പിച്ചത് കാരണം കാഞ്ചന അവിടെ ബോധം കെട്ട് വീഴാണ് പേടിയോടെ. ആ ശബ്ദം കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് രഞ്ജു വരുന്നത്. രഞ്ജു വന്നിട്ട് കാഞ്ചന ഇങ്ങനെ തട്ടി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുറിയിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലുമായിട്ട് അനാർക്കലി വന്നിട്ട് പറയുന്നുണ്ട്, മോളെ എന്നെ കണ്ടിട്ട് പേടിച്ചിട്ട് ബോധം കെട്ട് വീണതാണ്, ഈ വെള്ളം അവരുടെ മുഖത്ത് തളിക്കേ. ആ സമയത്ത് ആ ബോട്ടിൽ വാങ്ങിക്കാൻ വന്ന സമയത്ത് രഞ്ജു അനാർക്കലിയോട് പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മുറിക്ക് പുറത്തിറങ്ങരുതെന്ന്. ഓ, ഞാനിവിടെ ഉണ്ടെന്ന് ആരറിഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല, അനാർക്കലി കൂളായിട്ട് പറയാണ്. പക്ഷേ അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും രാധിക ഇതുവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കാത്തിരുന്ന് മടുക്കുമ്പോൾ ഞാൻ പൊക്കോളുന്നാവും അവളുടെ വിചാരം. ഇനി ഞാൻ നേരിട്ട് ഗോവിന്ദനെ തന്നെ വിളിക്കാം. അപ്പം രഞ്ജു പറയുന്നുണ്ട്, ഈ കുടുംബവും നിങ്ങളുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. ഗോവിന്ദേട്ടൻ നിങ്ങളെ ഇവിടെ കണ്ട നിങ്ങളുടെ ശവം വീഴുമെന്നാ അമ്മ പറഞ്ഞത്. അതുകൊണ്ട് മാത്രാ നിങ്ങളെക്കുറിച്ച് ഞാൻ ഏട്ടനോടോ ഗീതുവിനോടോ പറയാത്തത്. എൻ്റെ ഏട്ടനൊരു കൊലപാതകയാകുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. അത് കേട്ടിട്ട് ഒരു വശ്യായ ചിരിയോട് കൂടിയിട്ട് അനാർക്കലി പറയുന്നുണ്ട്, നിന്റെ ഏട്ടൻ എന്നെ കൊല്ലില്ല, രാധികയാവും കൊല്ലുന്നത്. അപ്പം രഞ്ജു പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട, മര്യാദയ്ക്ക് അകത്തേക്ക് പോ. അപ്പോൾ അനാർക്കലി ദേഷ്യത്തോടെ പറയാണ്, ഇങ്ങനെ ആജ്ഞാപിക്കുന്നവരോട് കരണത്തടിച്ചാൽ എനിക്ക് ശീലം. അപ്പോൾ രഞ്ജുവും പറയുന്നുണ്ട്, നിങ്ങൾ തല്ലിക്കോ, എൻ്റെ അമ്മ തല്ലുന്നത് പോലെ കണ്ട് ഞാൻ ക്ഷമിച്ചോളാം. അത് കേൾക്കുന്ന സമയത്ത് അനാർക്കലി ഒരു കൊച്ചുകുട്ടിയെ പോലെ അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തെത്തിയത് അവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് രഞ്ജു വേഗം വെള്ളം കുപ്പിയും കൊണ്ടുപോയിട്ട് കാഞ്ചനയെ ബോധത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്, മുഖത്തേക്ക് വെള്ളം തെളിച്ചിട്ട്. രഞ്ജുവിനെ മുന്നിൽ കണ്ടതും കാഞ്ചന വീണ്ടും ബോധം കെട്ട് വീഴാൻ പോകുമ്പോഴത്തേക്ക് രഞ്ജു പറയുന്നുണ്ട്, അക്ക ബോധം കെടല്ലേ, ഞാൻ രഞ്ജു ആണ്, പാപ്പ നീങ്കളാ, ആമാ എഴുന്നിട്. അങ്ങനെ കാഞ്ചന എഴുന്നേറ്റിട്ട് വീണ്ടും അനാർക്കലി നിന്ന ഭാഗത്തേക്ക് തന്നെ നോക്കുകയാണ്. എന്തു പറ്റിയക്ക, ഗോവിന്ദേട്ടൻ്റെ അപ്പായെ കണ്ടാ? പാത്തത് അവരെയല്ലേ, ഒരു യക്ഷിയെ. വെറും യക്ഷിയല്ലേ, ന്യൂ ജനറേഷൻ ഗ്ലാമർ യക്ഷി. അതൊക്കെ കേൾക്കുമ്പോൾ രഞ്ജുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. ആ നിജോ, അന്ത യക്ഷി സാധാരണ യക്ഷി മാതിരി വൈറ്റ് യൂണിഫോം അല്ലേ, ഗ്ലാമർ സാരിയും ഫാഷൻ ബ്ലൗസും പോട്ടിருக்கு, കയ്യിൽ മൊബൈലും ഇരുന്നിருக்கு. അപ്പം രഞ്ജു പറയുന്നുണ്ട്, കാലത്തിനൊത്ത് യക്ഷികളും മോഡേൺ ആയിരിക്കും അക്ക. ആമാ, എന്നാലും അന്ത യക്ഷിക്ക് എപ്പടി മൊബൈൽ കിടച്ചെടുക്ക്, സിം എടുக்கிறதுக்கு ആധാർ കാർഡ് വേണമല്ലേ. അപ്പം രഞ്ജു പറയുന്നുണ്ട്, അവരുടെ ലോകത്ത് അവർക്ക് ആധാർ കാർഡ് കാണും അക്ക. യക്ഷി 1 2 3 4 എന്നേ ID നമ്പറും കാണും അക്ക. ഇനി 3ാം നിലയിലേക്ക് വരണ്ട, വല്ല യക്ഷിയും പിടിച്ച് തൊണ്ട പൊട്ടിച്ച് ചോര കുടിച്ച് മാംസം മുഴുവൻ ഷാപ്പിട്ട് പല്ലും നഖവും മാത്രം മിച്ചം വെച്ചിട്ട് പോയാ എനിക്ക് പിന്നെ ആരുണ്ടക്ക. രഞ്ജു കാഞ്ചനയെ കെട്ടിപ്പിടിക്കുകയാണ്. കാഞ്ചനയാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്ത് പേടിച്ച് നിൽക്കുകയാണ്. ഞാനിനി ഇങ്ങനെ വരമാട്ടെ. എന്നിട്ട് വീണ്ടും രഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, യക്ഷി കീഴേ വരമാട്ടാ, താഴെ പൂജാമുറി ഉള്ളത് കൊണ്ട് യക്ഷി വരില്ല. രഞ്ജു ആശ്വസിപ്പിക്കുകയാണ്. കാഞ്ചനക്ക പൂജാമുറി വിട്ട് പോവാതിരുന്നാൽ മതി. താങ്ക്സ് യക്ഷി പാപ്പ. സോറി രഞ്ജു പാപ്പ. കാഞ്ചന താഴേക്ക് ഓടുന്നത് കണ്ടിട്ട് രഞ്ജു പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവൾ അനാർക്കലിയുടെ മുറിക്ക് നേരെ നോക്കുന്നുണ്ടായിരുന്നു. NICയിൽ നിന്ന് ഗീതു പുറത്തേക്ക് വരുമ്പോൾ രേഖ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ ചോദിക്കുകയാണ്, മീര ഡോക്ടർ എന്താ പറഞ്ഞേ, കുഞ്ഞിന് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അവൻ മിടുക്കനായിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാ ഡോക്ടറോട് ചോദിക്കുന്നത് രേഖേച്ചി. അപ്പോൾ രേഖ പറയുന്നുണ്ട്, നിന്നെപ്പോലൊരു ആൻറ്റി ഉണ്ടായത് നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗ്യം. ഏയ്, ഇതൊക്കെ രേഖേച്ചിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഡോക്ടർ വിവരം പറഞ്ഞത് മുതൽ ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് കിട്ടാവുന്ന ചികിത്സകളെക്കുറിച്ചൊക്കെ പഠിച്ചു. അതുകൊണ്ടാ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്താണ് ഒളിച്ചും പാത്തും അവിടെ വിനോദ് വരുന്നത്. ഗീതുവും രേഖയും മാത്രമേ NICക്ക് മുന്നിലുള്ളൂ എന്ന് മനസ്സിലായ വിനോദ് അവർക്കടുത്തേക്ക് പോവുകയാണ്. വിനോദിനെ കണ്ടതും ഗീതുവും രേഖയും ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഗീതു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് സ്വസ്ഥത തരില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണോ? അപ്പം വിഷമത്തോടെയും സങ്കടത്തോടെയും വിനോദ് പറയാണ്, സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ഞാൻ മറഞ്ഞു നിന്ന് പ്രിയയെ കണ്ടു, അവളുടെ അവസ്ഥ കണ്ട് എനിക്ക് സഹിക്കുന്നില്ല ഗീതു ചേച്ചി. അപ്പം രേഖ പറയുന്നുണ്ട്, വിനോദേ നീ ഒന്ന് വേഗം പോ, നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ പ്രിയേക്കാളും മോശമായ അവസ്ഥയായിരിക്കും. മരിക്കാൻ എനിക്ക് പേടിയില്ല രേഖേച്ചി, പക്ഷെ അതിനു മുമ്പ് എനിക്കെൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണണം. കരഞ്ഞുകൊണ്ടാണ് വിനോദ് പറയുന്നത്. അത് ന്യായമാണെന്ന് അറിയാമെങ്കിലും ആ ഒരു സമയത്ത് ഗീതുവിന് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവൾ ദേഷ്യത്തോടെ വന്നിട്ട് വിനോദിന് പറയുന്നുണ്ട്, ഇവിടെ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നിനക്ക് മതിയായില്ലേ, ഒന്ന് ഇറങ്ങി പോടാ, പോവാൻ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. വിനോദിനെ പിടിച്ച് തള്ളുകയാണ് ഗീതു. അപ്പം വിനോദ് പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ പോലീസിൽ സറണ്ടർ ആവാൻ പോവുക. അത് കേട്ടതും ഗീതു ഞെട്ടുകയാണ്.
എൻ്റെ കാർ ഉപയോഗിച്ചത് ഫ്രണ്ട്സ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഞാൻ മൊഴി കൊടുത്തേ മതിയാവൂ. അതിന് പിടികൊടുക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. വിനോദ് പറഞ്ഞു കേട്ടതും ഗീതു ശരിക്കൊന്നും ഞെട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ രേഖ പറയുന്നുണ്ട്, എങ്കിൽ വേഗം അത് ചെയ്യ്, അല്ലാതെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? പോലീസിൽ കീഴടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. വിനോദ് പറയുന്നത് കേട്ടിട്ട് ധർമ്മസങ്കടത്തിലായി രേഖയും ഗീതുവും. അപ്പോൾ ഗീതു ശബ്ദം താഴ്ത്തി പറഞ്ഞു കൊടുക്കുകയാണ്, NICUവിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. പ്രിയയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് അനുവാദം കിട്ടിയത്. വേറെ ആരെയും അവർ പ്രവേശിപ്പിക്കില്ല. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ടേ പറ്റൂ. വിനോദ് തീർത്ത് പറയാണ്. അപ്പം രേഖ പറയുന്നുണ്ട്, വിനോദെ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ പോലും ഇതുവരെ ഇതിനകത്തേക്ക് കയറിയിട്ടില്ല. രാവിലെ ഗോവിന്ദേട്ടൻ ചോദിച്ചിട്ട് പോലും ഡോക്ടർ അനുവാദം കൊടുത്തിട്ടില്ല. അപ്പം വിനോദ് പറയുന്നുണ്ട്, രേഖേച്ചിയും ഗോവിന്ദേട്ടനെയും പോലെയല്ല ഞാൻ അവൻ്റെ അച്ഛനാ. കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള അവകാശം എനിക്കുണ്ട്. ഒരു ഡോക്ടറും അത് നിഷേധിക്കില്ല. അത് ശരിയാണെന്ന് രേഖയ്ക്കും ഗീതുവിനും അറിയാം. അതുകൊണ്ട് തന്നെ ഗീതു പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ. അച്ഛൻ എന്ന നിലയിൽ കുഞ്ഞിനെ ഒരു തവണ കാണാനുള്ള റൈറ്റ്സ് ഡോക്ടർ നിനക്ക് തരുമായിരിക്കും. പക്ഷേ കണ്ണേട്ടൻ അനുവദിക്കാതെ അവനെ കാണാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ടതും വിനോദ് ശരിക്കും ഷോക്കായിപ്പോയി. ആ സമയത്താണ് രാധിക അങ്ങോട്ടേക്ക് വരുന്നത്. വിനോദിനെ കണ്ടതും രാധിക അവിടെ മറഞ്ഞു നിന്നിട്ട് അവരുടെ സംസാരം കേൾക്കുകയാണ്. അപ്പോൾ വിനോദ് കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഓ, അപ്പോൾ NICUവിലെ നിയമങ്ങളല്ല, ചേച്ചിയാണ് തടസ്സമല്ലേ? നിനക്ക് എങ്ങനെ വേണേലും കരുതാം. എൻ്റെ ഭർത്താവ് പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഗീതു തീർത്ത് പറയാണ്. പക്ഷെ അതൊക്കെ കേട്ട് നിന്നിട്ടുണ്ടായിരുന്ന രാധിക ശരിക്കും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ല, എൻ്റെ കുടുംബത്തിലെ ചോരയാ. മരുമക്കത്തായൊക്കെ പോയത് ചേച്ചി അറിഞ്ഞില്ലേ? അപ്പോൾ ഗീതു അവനോട് തട്ടിക്കയറുകയാണ്. ഓഹോ, അപ്പോൾ ഞങ്ങളുടെ നിങ്ങളുടെയൊക്കെ ആയല്ലേ? മുമ്പിൽ നിൽക്കുന്നവരുടെ വയറ്റിൽ സ്വന്തം കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയിട്ട് കിടക്കുവാണെന്ന് ഓർമ്മ പോലും ഇല്ലാതെ തള്ളി വീഴ്ത്തിയപ്പോൾ എവിടെയായിരുന്നു നിന്റെ ഈ ബ്രേക്ക് സെന്റിമെന്റ്സ് ഒക്കെ? അത് കേട്ടതും വിനോദ് തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പം ഗീതു പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി വഴക്കിട്ട് കണ്ണേട്ടനോട് ഇപ്പോഴും മിണ്ടാതെ നിൽക്കുന്ന ഞാനാണ് മണ്ടി. എങ്കിലും ഇനി തോൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കണ്ണേട്ടനെ അനുവദിക്കാതെ നീ ഇതിനുള്ളിൽ കയറണ്ട. പക്ഷെ വിനോദും വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ കയറും, കുഞ്ഞിനെ കാണും. അത് കേട്ടതും ഗീതുവും രേഖയും അതുപോലെ രാധികയും ഒക്കെ ഞെട്ടുന്നുണ്ടായിരുന്നു. മാത്രമല്ല രാധിക ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ എന്ന നിലയിൽ വിനോദിന് കുഞ്ഞിനെ കാണാനുള്ള അവകാശം ഒരു ഡോക്ടർക്കും നിഷേധിക്കാനാവില്ല. വിനോദ് അകത്ത് കടക്കുന്ന അവസരത്തിൽ കണ്ണൻ ഇവിടെ എത്തിയാൽ ആ കുറ്റം ഗീതുവിൻ്റെ തലയിൽ വെച്ച് കെട്ടാം. അതോടെ ഇവളെ എന്നേക്കുമായി പുറത്താവും. രാധിക അടുത്ത കൗശലം ഉപയോഗിക്കുകയാണ്. അതേസമയം അജാസ് കൊണ്ടുവന്ന അർജൻറ്റായിട്ടുള്ള ഫയലിൽ ഒപ്പിടുകയാണ് ഗോവിന്ദ്. എന്നിട്ട് അവൻ അജാസിനോട് പറയുന്നുണ്ട്, ഇതുപോലെ അത്യാവശ്യമുള്ള ഫയലുകൾ മാത്രം അജാസ് കൊണ്ടുവന്നാൽ മതി. ശരി സർ. അതുപോലെ മീറ്റിങ്ങുകളൊക്കെ ക്യാൻസൽ ചെയ്തേക്ക്. ഓക്കെ സർ. അജാസ് സമ്മതിക്കുകയാണ്. ഗോവിന്ദ് അവിടുന്ന് പോകാൻ ശ്രമിച്ചപ്പോഴേക്കും അജാസ് പിന്നീന്ന് വിളിക്കുന്നുണ്ട്. സർ. എന്താ അജാസേ? അത് പിന്നെ എൻ്റെ പരിചയത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ടീമിൻ്റെ അടുത്ത് രാധിക മാഡം ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദ് ചോദിക്കുകയാണ്, ഏത് പ്രോപ്പർട്ടി? കിഴക്കും ഭാഗത്തുള്ള 1.5 ഏക്കറും വീടും. 20 കോടിക്കുമേൽ മതിക്കുന്ന പ്രോപ്പർട്ടിയാ. പക്ഷേ 15 CR കൊടുക്കാൻ തയ്യാറാണത്രേ. ഗോവിന്ദ് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഓഫീസിലും ബാങ്കിലും ഒക്കെ രാധിക ആവശ്യപ്പെട്ടത് 1 കോടിയാണല്ലോ. അജാസ് പറയുന്നുണ്ട്, ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ല സർ. എന്തായാലും അതൊരു ബിഗ് ഡീലാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, രാധികാമ്മയുടെ പേരിലുള്ള ഏത് പ്രോപ്പർട്ടി കൈമാറാൻ ശ്രമിച്ചാലും ഞാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ സർ. ഇക്കാര്യം മറ്റാരും അറിയരുത്, ഗീതു പോലും. ഗോവിന്ദ് വാൺ ചെയ്യാണ്. അജാസ് അതും സമ്മതിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് രാധിക അങ്ങോട്ടേക്ക് വരുന്നത്. ഗോവിന്ദിനെ കണ്ടതും അങ്ങോട്ടേക്ക് വന്നിട്ട് രാധിക പറയുന്നുണ്ട്, കണ്ണാ നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഹോസ്പിറ്റൽ മുഴുവനും ഞാൻ നിന്നെ തിരഞ്ഞു. അപ്പം തിരിച്ച് ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ പണത്തിന് വല്ല അത്യാവശ്യം ഉണ്ടായിരുന്നോ? എടാ അതല്ല, വിനോദ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അത് കേട്ടതും അജാസും ഗോവിന്ദും ഞെട്ടുകയാണ്. കുഞ്ഞിനെ രഹസ്യമായി കാണിക്കാൻ വേണ്ടി ഗീതു അവനെ വിളിച്ചു വരുത്തിയത്. ഇന്ന് ഞാൻ അവനെ തീർക്കും. ഗോവിന്ദ് ദേഷ്യത്തോടെ പോകുമ്പോഴേക്കും രാധിക അവൻ്റെ കൈ കയറി പിടിക്കുകയാണ്. കണ്ണാ, ആദ്യം തീർക്കേണ്ടത് നിന്റെ ഭാര്യയാണ്. ഗോവിന്ദിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് ഗോവിന്ദ് ഒരു സംശയത്തോടെ എന്ന പോലെ രാധികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, നീ വിലക്കിയിട്ടും അവനെ അവൾ വിളിച്ചു വരുത്തിയില്ലേ? അവളും വിനോദും ഗൂഢാലോചന നടത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പം ഗോവിന്ദ് അവരുടെ കൈയെടുക്കാൻ മടിച്ചിട്ട് പറയുന്നുണ്ട്, എന്നെ വിട്, എന്ത് വേണമെന്ന് എനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല കണ്ണാ, ആലോചിച്ചു നോക്ക്. നമ്മുടെ കുഞ്ഞിനെ കാണാൻ നിനക്ക് പോലും അവകാശമില്ല. NICUവിൽ ആരൊക്കെ കയറണമെന്ന് തീരുമാനിക്കുന്നത് പോലും അവളാ. ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ വശത്താക്കി അവൾ നമ്മളെ ദ്രോഹിക്കുക. ഗോവിന്ദ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് അജാസ് പറയുന്നുണ്ട്, മാഡം ഇതൊക്കെ മാഡത്തിന് വെറുതെ തോന്നുന്നതാ. സാറിന് ദോഷം വരുന്നതൊന്നും ഗീതു ചെയ്യില്ല. അവൾ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗോവിന്ദിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അജാസിനോട് പറയുന്നുണ്ട്, അജാസും വാ.
പക്ഷെ ആ സമയത്ത് ഗോവിന്ദ് അവരുടെ തൻ്റെ കയ്യിൽ നിന്ന് അടർത്തി മാറ്റുകയാണ്. എന്നിട്ട് ഗോവിന്ദ് സ്വയം തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. പിന്നാലെ അജാസും പോകുന്നുണ്ട്. സാറേ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഗോവിന്ദിൻ്റെ ആ ഒരു മാറ്റം രാധികയെ ഒന്ന് അസ്വസ്ഥയാക്കിയെങ്കിലും ഗോവിന്ദിന് പിന്നാലെ അവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. നേരെ NICയുടെ മുന്നിലേക്കാണ് ഗോവിന്ദ് പോയത്. അവിടെ പുറത്ത് രേഖ മാത്രമേ ഉള്ളൂ. ചുറ്റിലും നോക്കിയിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, വിനോദ് എവിടെ? വിനോദോ? രേഖ പേടിയോടെ പറയാണ്, ഒളിക്കാൻ ശ്രമിക്കണ്ട, വിനോദ് എവിടെയെന്ന്. അപ്പോഴേക്കും രാധിക അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വന്നു ഗോവിന്ദേട്ടാ. എന്നിട്ട് അവനെവിടെ? കുഞ്ഞിനെ കാണാനാ വിനോദ് വന്നത്. പക്ഷേ ഗീതു സമ്മതിച്ചില്ല. അവൾ അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അത് കേട്ട് രാധിക പറയാണ്, പച്ചക്കള്ള ഇവള് പറയുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരിയെ രക്ഷിക്കാൻ ശ്രമിക്കുക ഇവള്. അവനും അവളും ഇതിനകത്ത് തന്നെ കാണും. ഇല്ല രാധികാമ്മേ, രേഖ പറയുന്നുണ്ട്. നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. രാധിക പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, പ്ലീസ് മാഡം, ഹോസ്പിറ്റലിൽ ഇത്ര ഉറക്കെ സംസാരിക്കരുത്, പ്രത്യേകിച്ച് NICയുടെ മുന്നിൽ വെച്ച്. ന്യൂ ബോൺ ബേബീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ രാധിക പറയാണ്, താൻ പോടോ, താനും ഗീതുവിൻ്റെ ശിങ്കിടിയാണെന്ന് എനിക്കറിയാം. മാഡം വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നിട്ട് പോകാൻ പറയുകയാണോ? അപ്പം രാധിക പറയുന്നുണ്ട്, കണ്ണാ വാ, നമുക്ക് അകത്ത് കയറി നോക്കാം. അപ്പോഴേക്ക് NICയുടെ ഉള്ളിൽ നിന്നും മീര ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. സൈലൻസ് പ്ലീസ്, ഇവിടെ നിന്ന് ഇങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. അവർ കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പം രാധിക പറയാണ്, ശബ്ദം ഉയർത്തേണ്ടടുത്ത് ഉയർത്തി തന്നെ സംസാരിച്ചാണ് ശീലം. ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യം എന്താ? ഞങ്ങളെല്ലാം പലതവണ കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ അതിന് സമ്മതിച്ചിട്ടില്ല. അതെന്താ? ഗീതു പറയുന്നവരെ മാത്രമേ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ അമ്മമാർ മാത്രമേ അകത്തേക്ക് കയറാൻ പാടുള്ളൂ, അതാ ഇവിടുത്തെ റൂൾ. അപ്പം രാധിക അവർക്ക് നേരെ ചെന്ന് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഗീതുവിനെ കയറ്റുന്നത്? അവൾ കുഞ്ഞിൻ്റെ അമ്മയല്ലല്ലോ, ആൻറ്റിയല്ലേ. കുഞ്ഞിനെ കാണാൻ അവളെക്കാളും അവകാശം ഗ്രാൻഡ്മയായ എനിക്കുണ്ട്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഈ ചോദ്യത്തിനുള്ള മറുപടി ഗീതാഞ്ജലിയുടെ ഭർത്താവിന് ഞാൻ നൽകാം. വരൂ സർ. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, വേണമെന്നില്ല, ന്യായമല്ലാത്തതൊന്നും ഗീതു ചെയ്യില്ലെന്ന് എനിക്കറിയാം. അത് കേട്ടതും രാധികയ്ക്ക് ചെറുതായിട്ടൊരു ഷോക്ക് തോന്നുകയാണ്. അതായത് കണ്ണൻ തന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയോ എന്നൊരു തോന്നൽ. എന്നിട്ടും അവർ പറയുന്നുണ്ട്, അങ്ങനെ ഒരുത്തിയെയും വിശ്വസിക്കണ്ട, നീ അകത്തേക്ക് ചെല്ലു കണ്ണാ, അവളുടെ തനി നിറം നീ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്ക്. അത് കേട്ട് ഡോക്ടറും പറയാണ്, മാഡം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സാർ ഇനി വന്നേ പറ്റൂ, വരൂ സാർ. അങ്ങനെ ഗോവിന്ദനെ വിളിച്ച് കൂട്ടിക്കൊണ്ട് അവർ അകത്തേക്ക് പോവാണ്. അവർ രണ്ടുപേരും അകത്തേക്ക് പോയപ്പോൾ രാധിക പറയുന്നുണ്ട്, ഈ ഡോക്ടറുടെ മട്ട് കണ്ടിട്ട് അവരും ഗീതുവിൻ്റെ ആളാണെന്നാ തോന്നുന്നേ. ഇനി കണ്ണൻ്റെ കണ്ണിൽ പൊടിയിട്ട് മയക്കാനാവും ഭാവം. അത് കേട്ട് അജാസ് പറയുന്നുണ്ട്, ഗീതു മറ്റുള്ളവരെ മയക്കുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ടാ, അത് കരുതിക്കൂട്ടിയല്ല. അങ്ങനെ ആവാനേ ഗീതുവിന് പറ്റൂ. അത് കേട്ട് രാധിക പറയുന്നുണ്ട്, എങ്കിൽ താൻ ചെന്ന് അവളുടെ ഫോട്ടോ പൂവിട്ട് പൂജിക്ക്. അപ്പം രേഖയും പറയുന്നുണ്ട്, അകത്തെ കാഴ്ച കണ്ട മിക്കവാറും ഗോവിന്ദേട്ടൻ ഇന്നു മുതൽ ഗീതുവിനെ പൂജിച്ചു തുടങ്ങും. എന്തായാലും കണ്ണ് നനഞ്ഞേ ഗോവിന്ദേട്ടൻ പുറത്തിറങ്ങും. അത് കേട്ട് രാധിക രേഖയെ തന്നെ നോക്കുകയാണ്. അപ്പം അജാസ് പറയുന്നുണ്ട്, കുറച്ചു നാളായി വെളുക്കാൻ തേക്കുന്നതൊക്കെ പാണ്ടാവുകയാണല്ലോ മാഡം. അജാസും രേഖയും രാധികയെ കളിയാക്കിക്കൊണ്ട് ശബ്ദമില്ലാതെ ചിരിക്കുകയാണ്. അതേസമയം ഡോക്ടർക്കൊപ്പം അകത്തേക്ക് പോയ ഗോവിന്ദ് ഇങ്ങനെ ചുറ്റിലും പരതിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, മിസ്സസ് ആരെയെങ്കിലും ഇതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ടോ എന്നാണോ നോക്കുന്നത്? ആരെയെങ്കിലും കയറ്റിയോന്നല്ല, കുടുംബത്തിന്റെ ശത്രുവിനെ കയറ്റിയോന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അകത്താരാണെന്ന് ഞാൻ കാണിച്ചു തരാം, വരൂ. എന്നിട്ട് അവർ ആ കർട്ടൻ മാറ്റുകയാണ്. കയറി നോക്ക്. ആ സമയത്ത് ഗോവിന്ദ് ആ കർട്ടൻ മാറ്റി നോക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണുകൾ അത്രയും ഇതാക്കുന്നൊരു കാഴ്ചയായിരുന്നു. കാരണം പ്രിയയുടെ കുഞ്ഞിനെ നെഞ്ചത്തോട് അമർത്തി പിടിച്ചിട്ട് ഡ്രസ്സ് മാറ്റി, അതായത് അതിനകത്തുള്ള ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഗീതു കിടന്നിട്ടുള്ളത്. അവളുടെ ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റി അവളുടെ നെഞ്ചിൻ്റെ ചൂട് കുഞ്ഞിന് കിട്ടാൻ പാകത്തിന് ആ കുഞ്ഞിനെ അവൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടക്കുകയാണ്. ഒരമ്മയുടെ എല്ലാ പരിലാളനയും, അതായത് ഒരമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിന് കിട്ടേണ്ട എല്ലാ ചൂടും ആ ഒരു NICU കിടക്കുന്ന ഒരു നവജാത ശിശുവിന് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ തലോടിക്കൊണ്ടും അതിൻ്റെ വളർച്ചയും അതിൻ്റെ നെഞ്ചെടുപ്പും അതിൻ്റെ ശ്വാസവും ഒക്കെ തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഗീതു ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടക്കുകയാണ്. ആ കാഴ്ച ഗോവിന്ദിൻ്റെ കണ്ണുകളെ തന്നെ ഈറനണിയിക്കുന്നതായിരുന്നു. ഗോവിന്ദ് ചുറ്റിലും നോക്കുകയാണ് ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡോക്ടർ ഗോവിന്ദിനോട് പറയുന്നുണ്ട്, കുഞ്ഞിന് വേഗം റിക്കവറി ആവാൻ വേണ്ടി അമ്മമാരെ കൊണ്ട് ചെയ്യിക്കുന്ന കങ്കാരു തെറാപ്പിയാ ഗീതാഞ്ജലി ചെയ്യുന്നേ. കുഞ്ഞിൻ്റെ അമ്മ ഇത് ചെയ്യാനുള്ള കണ്ടീഷൻ അല്ല എന്നറിഞ്ഞപ്പോൾ സാറിൻ്റെ ഭാര്യ സ്വയം ഇതിന് മുന്നിട്ട് വന്നതാ. പുറത്തു നടക്കുന്ന കാഴ്ചകളൊന്നും അറിയാതെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഗീതു കിടക്കുകയാണ്, കണ്ണുകൾ അടച്ചുകൊണ്ട്. പക്ഷേ ഗീതുവിൻ്റെ ആ ഒരു മനസ്സിൻ്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സ്വയം തോറ്റുപോയിട്ട് നിൽക്കുകയാണ് ഗോവിന്ദ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.